അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അറിയാത്തവർ കേരളത്തിൽ വളരെ വിരളമാണ്. സദ്ദീപ് എന്ന പദത്തിൽ നിന്നാണ് സന്ദീപ് എന്ന ആ ഒരു പദം തന്നെ ഉത്ഭവിക്കുന്നത്. സദ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമെന്നാണ്, ദീപ് എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ്. അപ്പോൾ പരിശുദ്ധമായ പ്രകാശത്തിൻ്റെ ഉടമ എന്നാണ് സന്ദീപ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളിൽ വർഗീയ ഫാസിസ്റ്റ് പാളയത്തിലായിരുന്ന സന്ദീപ് വാര്യർ സമാധാനത്തിൻ്റെ മന്ദമാരുതനായി നമ്മുടെ ഇടയിലേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രങ്ങളൊന്നും നാം ഓർക്കാറില്ല. അതെല്ലാം നമ്മൾ, കേരളക്കരയുടെ പ്രത്യേകതയാണ്, അതെല്ലാം നമ്മൾ മറന്ന് അദ്ദേഹത്തെ ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ചപ്പോൾ അദ്ദേഹം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി നമ്മുടെ ഇടയിൽ ഇന്ന് പറന്നു നടക്കുന്നു. അദ്ദേഹം ഈ അടുത്ത് പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ വരികയും അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടെ. എൻ്റെ ഈ വരവ്, പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിൻ്റെ, തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും? ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്നത്? ഞാൻ അത്ഭുതത്തോടെ കണ്ടെന്ന് വിട്ട് എൻ്റെ പാർട്ടിയിലെ, പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാര് ഇദ്ദേഹത്തെയൊക്കെ കണ്ടു പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചു. സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത്. ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ വൈര്യം നിറഞ്ഞ ആ വർഗീയ കൂടാരത്തിൽ നിന്നും പലരെയും പ്രതീക്ഷിക്കാം. പ്രതീക്ഷ കൈവിടാതെ കേരള സമൂഹം നിങ്ങളെയെല്ലാം കാത്തിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.